ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു സാധാരണ ചിക്കൻ കറിയുടെ റെസിപ്പിയോ അല്ലെങ്കിൽ ഒരു ഗ്രേവിയുടെ റെസിപ്പിയോ അല്ല കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ് ചിക്കൻ ജൽഫ്രേസി. ഇത് അത്യാവശ്യം സ്പൈസിയും അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ ചപ്പാത്തി, പൂരി, പൊറോട്ട അങ്ങനെ എന്തൊക്കെ നമുക്കത് കോമ്പിനേഷനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോയാലോ? അതിനു മുന്നേ ജാസ്മിൻ സ്റ്റോർ നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയും ചെറിയൊരു ക്യാപ്സിക്കം ക്യൂബാക്കി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓവർ ടൈമൊന്നും സോട്ട് ചെയ്യേണ്ട, ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇതിന് ക്രഞ്ചിനെസ് ഒന്നും നഷ്ടപ്പെടരുത്. എന്നിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതേ പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 450 ഗ്രാം ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പരത്തി കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു വെള്ള കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ പീസസൊക്കെ. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മാത്രം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഓവർ ഫ്രൈ ആയി പോകരുത് കേട്ടോ. ഓവർ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ഹാർഡായി പോവും. ഇത് നമുക്ക് നല്ല രീതിക്ക് കുക്കായി കിട്ടുകയും വേണം, എങ്കിൽ ഫ്രൈ ആയി പോവും ചെയ്യരുത്. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായി കിട്ടുമ്പോൾ ഇതിൽ നിന്ന് അങ്ങ് കോരി മാറ്റി വെക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇതിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് വഴണ്ട് കിട്ടും കേട്ടോ. ഇനി ഇത് നല്ല രീതിക്കൊന്ന് വഴണ്ട് കിട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിന് റോ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഇതിലോട്ട് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി അതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ റോ സ്മെല്ല് മാറി വരുമ്പോൾ ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഗ്രേവി ആക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ഗ്രേവി ആക്കി എടുത്തതിന് ശേഷം ഒരു 5-6 പച്ചമുളക് ഇതുപോലെ നടുക കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുത്താം. ഇതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യേണ്ട, ഒരു 5 മിനിറ്റൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഈ ഗ്രേവിയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ.
ഈ ടൈമിൽ നമുക്ക് ഇതിലുള്ള ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് വഴറ്റി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കത്തിൻ്റെ മിക്സ് ഇതിലോട്ടങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ ജൽഫ്രൈസി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ജാസ്മിൻ സ്റ്റോറി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ ഈസി ടേസ്റ്റി റെസിപ്പികളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്